ഇനി മറ്റൊരു കാര്യമാണ്, സ്വാഭാവികമായിട്ടും എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ സ്വകാര്യ ആശുപത്രികളുടെ സ്ഥിതി? എത്രമാത്രം പുതിയ ആശുപത്രികളും പുതിയ ക്ലിനിക്കുകളും ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ട്? സർക്കാർ സംവിധാനങ്ങൾ ഈ രീതിയിലാവുമ്പോൾ സ്വകാര്യ ആശുപത്രികൾ ആശ്രയിക്കേണ്ട സ്ഥിതി ഉണ്ടോ പലയിടങ്ങളിലും എന്നൊക്കെയുള്ള സുപ്രധാനമായ ചോദ്യമുണ്ട്. അതിൻ്റെ ഒരു കണക്കിലേക്ക് നമുക്ക് പോവാം. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 1306 ക്ലിനിക്കുകളും 444 ചെറിയ ആശുപത്രികളും അടച്ചുപൂട്ടിയതായിട്ടാണ് IMA പറയുന്നത്. അടച്ചുപൂട്ടിയ ചെറിയ ആശുപത്രികൾക്ക് പകരമായി വൻകിട ആശുപത്രികൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുവെന്നും കണക്കുകൾ നിരത്തുന്നു IMA. 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചത് 1725 വൻകിട സ്വകാര്യ ആശുപത്രികളാണ്. ഇതുമൂലം ചികിത്സ അനുബന്ധ ചെലവുകളും വർദ്ധിച്ചിട്ടുണ്ട്. ചെറുകിട ആരോഗ്യ സ്ഥാപനങ്ങളെ തകർക്കുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ ഭേദഗതി വേണമെന്ന് IMA അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നു. കാണാം തിരുവനന്തപുരത്ത് നിന്നും അലക്സ് റാമുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കത്തി വീഴുന്നത് ക്ലിനിക്കുകളുടെ കഴുത്തിൽ. ആരോഗ്യ സൂചികയിൽ കേരളം ഒന്നാമതായി തുടരുന്നതിനു പിന്നിൽ നഗര ഗ്രാമീണ മേഖലകളിലെ ക്ലിനിക്കുകളും ചെറുകിട ആശുപത്രികളും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ചികിത്സ. എന്നാൽ ഇന്ന് അത്തരം ചെറുകിട ആരോഗ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയത് 1306 ക്ലിനിക്കുകളും 144 ചെറിയ ആശുപത്രികളും. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം അടഞ്ഞുപോയത് 148 ക്ലിനിക്കും 262 ചെറുകിട ആശുപത്രികളുമായിരുന്നു എന്നിടത്തു നിന്നാണ് ഈ വർധന. കിടത്തി ചികിത്സ നൽകുന്ന ആശുപത്രികളും അടച്ചുപൂട്ടിയവയിൽ ഉൾപ്പെടുന്നു. IP സൗകര്യമുള്ള ചില ആശുപത്രികളാകട്ടെ OP ചികിത്സ മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഇക്കാലയളവിൽ വൻകിട സ്വകാര്യ ആശുപത്രികൾ സംസ്ഥാനത്തെമ്പാടും വ്യാപിച്ചു. 2021 3677 വൻകിട ആശുപത്രികൾ ഉണ്ടായിരുന്നത് 2026 5402 ഉയർന്നു. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും മാറി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഇതുമൂലം ചികിത്സാ ചെലവ് 10 മടങ്ങ് വർദ്ധിച്ചു. അടച്ചുപൂട്ടിപ്പോയതല്ലാതെയുള്ള ചെറുകിട ആശുപത്രികളിലൊക്കെ തന്നെ IP കെയർ കിടത്തി ചികിത്സിക്കുന്ന സംവിധാനങ്ങളിൽ നിന്നും അവർ പിന്നോട്ട് വലിഞ്ഞു. അത് രോഗികളെ വൻകിട ആശുപത്രികളിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഏറ്റവും വലിയ അപകടം പിടിച്ചത്. ചികിത്സാ ചെലവ് ഗണ്യമായി കൂടിപ്പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. കെട്ടിട രജിസ്ട്രേഷൻ, നിയമങ്ങളുടെ ഊരാക്കുടുക്ക്, വർദ്ധിക്കുന്ന ആശുപത്രി ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം പ്രധാന വില്ലനായി മാറിയത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടും. ചെറുകിട ആശുപത്രികൾ അടച്ചുപൂട്ടി കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കാൻ സഹായിക്കുന്നതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ അപ്രായോഗികമായ വ്യവസ്ഥകളെന്ന് IMA. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ വിഭാവന ചെയ്ത രീതിയിലല്ല ഇപ്പോൾ അത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് ഒരു നിയമ സംവിധാനങ്ങൾക്കകത്ത് കൊണ്ടുവരണം. തത്വത്തിൽ പോസിറ്റീവാണ്. വ്യാജ ചികിത്സ പാടില്ല, ഏകീകരണം, ചികിത്സാ ചെലവിൽ ഏകീകരണങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ആശുപത്രികളുടെ രീതികളനുസരിച്ച് ഏകീകരണം ഉണ്ടാകണം. ഇതൊക്കെ പോസിറ്റീവാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകിട കോർപ്പറേറ്റ് ആശുപത്രികൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. NABH അക്രഡിറ്റേഷൻ ആശുപത്രികൾ നിയമപരിധിയിൽ വരുന്നില്ല. അപ്പോൾ ഇത് ചെറുകിട ആശുപത്രികളെ മാത്രം ബാധിക്കുന്ന ഒരു നിയമക്കുരുക്കായി മാറി. 15 കിടക്കകളെങ്കിലും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ IMA മുന്നോട്ട് വയ്ക്കുന്നു. 15 കിടക്കകളെങ്കിലും, 50 ബെഡാണ് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്, 15 കിടക്കകളെങ്കിലും ആശുപത്രികൾ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കി തരണം. രോഗനിർണയവും ചികിത്സയും, രോഗം നിർണ്ണയിക്കാൻ ചെറിയ പരിശോധനകൾ വേണ്ടി വരും, എൻഡോസ്കോപ്പി വേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലഡ് ഷുഗർ നോക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളിലൂടെ ഉൾപ്പെടെയുള്ള പരിശോധനാ സംവിധാനങ്ങൾ നിയമത്തിലുള്ളതാണ്. അത് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ചെറുകിട ആശുപത്രികളിലും മറ്റ് സംവിധാനങ്ങളിലും വരേണ്ട മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെയും കൂടെ കൂട്ടിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. വൻകിട ആശുപത്രികളും നൂതന ചികിത്സാ സംവിധാനങ്ങളും സംസ്ഥാനത്തിനു വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അത് ചെറുകിട ആശുപത്രികളെയും ക്ലിനിക്കുകളെയും തകർത്തുകൊണ്ടാകരുതെന്ന് സംസ്ഥാനത്തെ നല്ലൊരു വിഭാഗം ഡോക്ടർമാരും പറയുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ആ റിപ്പോർട്ട് കണ്ടതോടുകൂടി നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായം പറയുന്നത്, മിനി ബാബു പറയുന്നത്, കാശില്ലെങ്കിലും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിപ്പോകുന്നു. പൈസ കൊടുത്താലും ജീവൻ നഷ്ടപ്പെടില്ലല്ലോ എന്നാണ്. അങ്ങനെ ഒരു ആക്ഷേപമായിട്ട് നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ആശുപത്രിയിൽ കാണേണ്ടതുണ്ടോ മിനി ബാബു? കാരണം അനേകം ആശുപത്രികൾ, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, അതോടൊപ്പം നല്ല സംവിധാനങ്ങളുണ്ട്. ഈ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് അനാവശ്യമായ ടെസ്റ്റുകൾ പറയുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ആവശ്യം എന്നോണം നമ്മളത് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. അത് ആവശ്യമെന്നോ അനാവശ്യമെന്നോ നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരുപാട് സർക്കാർ സംവിധാനങ്ങളിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അത്
തന്നെയാണ് നമ്മുടെ ആരിഫ് പറയുന്നത്. ആരിഫ് ഈ രീതിയിൽ പറയുന്നു, ചികിത്സാ പിഴവ് നടന്നെന്ന് പറഞ്ഞ് എല്ലാ ഡോക്ടേഴ്സിനെയും മോശമായി കാണേണ്ട ആവശ്യമില്ല. നല്ല ഡോക്ടേഴ്സും നമ്മുടെ നാട്ടിലുണ്ട് സർക്കാർ ആശുപത്രികളിൽ എന്നാണ് മുഹമ്മദ് ആരിഫിന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും അങ്ങനൊരു എതിരഭിപ്രായം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു കാര്യം ആലോചിച്ചു, കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ നമ്മൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഈ ചികിത്സാ ചെലവ് എത്ര കണ്ട് ഉയർന്നിട്ടുണ്ട് എന്നൊരു കണക്ക് നമ്മൾ എടുക്കുന്നത് നന്നായിരിക്കും. ഓരോ തവണ നമുക്ക് പനി വരുമ്പോഴും അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ വരുമ്പോഴൊക്കെ ഡോക്ടേഴ്സിന് അടുത്ത് പോകുമ്പോൾ, അത് ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളായിക്കോട്ടെ, എത്രമാത്രം ചെലവ് വരുന്നുണ്ട് എന്ന കാര്യം ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന്റെ കൃത്യമായ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.